ഹായ് ഐം ഷമീർ. വെൽക്കം ബാക്ക്. അഡ്വാൻസ്ഡ് ന്യൂസ് പേപ്പർ വൊക്കാബുലറി പ്രാക്ടീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഈ സീരീസിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് പുസ്തകങ്ങളിലും പത്രങ്ങളിലും കണ്ടുവരുന്ന വാക്കുകളാണ്. ഇംഗ്ലീഷ് പുസ്തകങ്ങളോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളോ വായിക്കുമ്പോൾ അർത്ഥം അറിയാതെ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സീരീസ് നിങ്ങളെ സഹായിക്കും. ഇന്ന് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 ഹിന്ദു ന്യൂസ് പേപ്പറുകളാണ്. ഒരു ന്യൂസ് പേപ്പർ ഓഗസ്റ്റ് 8-ാം തീയതി ഉള്ള പത്രമാണ്. മറ്റൊരു പത്രം ഓഗസ്റ്റ് 3-ാം തീയതി. ഈ 2 പത്രങ്ങളിലും ഉള്ള ഹിന്ദു ന്യൂസ് പേപ്പറുകളാണ് രണ്ടും. അതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള വാക്കുകളാണ്. അടുത്ത വാക്ക് ഓത്ത്. യൂനിസ് ടു ടേക്ക് ഓത്ത് ടുഡേ. BNP കോൾസ് ഫോർ ഏർജന്റ് പോൾസ്. രണ്ടാമത്തെ വാക്ക് അപ്ലാൻഡ്. അപ്ലാൻഡ് എന്നുള്ളത് അപ്ലൻഡ്. അപ്ലാൻഡ് 2 ഉച്ചാരണങ്ങളുണ്ട്. പ്രോപ്പർട്ടീസ് ഇൻ അപ്ലൻഡ് ഏരിയാസ്. പുട്ട് അപ്പ് ഫോർ ക്വിക്ക് സെയിൽ. മൂന്നാമത്തെ വാക്ക് ഡിഫാമറ്ററി. മാൻ ബുക്ക് ഫോർ ഡിഫാമറ്ററി ക്യാമ്പയിൻ. ഒന്നാമത്തെ വാക്ക് ഓത്ത്. ഇതിനർത്ഥം ആണയിടൽ, പ്രസ്താവന, അപശബ്ദം, സത്യപ്രതിജ്ഞ ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സത്യപ്രതിജ്ഞ എന്നുള്ള അർത്ഥത്തിലാണ്. യൂനുസ് ടു ടേക്ക് ഓത്ത് ടുഡേ. യൂനുസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. BNP കോൾസ് ഫോർ ഏർജന്റ് പോൾസ്. BNP എന്നാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതിൻ്റെ ചുരുക്കമാണ് BNP. BNP കോൾസ്, BNP ആവശ്യപ്പെടുന്നു ഫോർ ഏർജന്റ് പോൾസ്, പെട്ടെന്നുള്ള ദ്രുതഗതിയിലുള്ള ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് BNP ആവശ്യപ്പെടുന്നു. യൂനുസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അപ്പോൾ ഇതാണ് വാക്ക് ഓത്ത്. സത്യപ്രതിജ്ഞ ചെയ്യുക, സത്യപ്രതിജ്ഞ. രണ്ടാമത്തെ വാക്ക് അപ്ലാൻഡ്. ഇതിനർത്ഥം ഉയർന്ന പ്രദേശം എന്നാണ് അർത്ഥം. ഉയർന്ന ഭൂമി, മലമ്പ്രദേശം. പ്രോപ്പർട്ടീസ്, സ്വത്തുക്കൾ ഇൻ അപ്ലാൻഡ് ഏരിയാസ്. ഉയർന്ന പ്രദേശത്തുള്ള സ്വത്തുക്കൾ, ഭൂമികൾ. പുട്ടപ്പ് ഫോർ ക്വിക്ക് സെയിൽ. വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു, പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു. ഉയർന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഇതാണ് വാക്ക് അപ്ലാൻഡ്. ഉയർന്ന പ്രദേശം, ഉയർന്ന ഭൂമി. ഇതിന് 2 ഉച്ചാരണങ്ങളുണ്ട്. അപ്ലാൻഡ് ഓർ അപ്ലാൻഡ്. അപ്ലാൻഡ് അല്ലെങ്കിൽ അപ്ലാൻഡ്, 2 പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ വാക്ക് ഡിഫാമറ്ററി. ഡിഫാമറ്ററി ഇതിൻ്റെ അർത്ഥം അപകീർത്തിപ്പെടുത്തൽ, അപമാനകരമായ, മാനഹാനി വരുത്തുന്ന. മാൻ ബുക്ക്ഡ്. ഒരു യുവാവിൻ്റെ പേരിൽ കേസെടുത്തു ഫോർ ഡിഫാമറ്ററി ക്യാമ്പയിൻ. ഡിഫാമറ്ററി ക്യാമ്പയിൻ അപകീർത്തിപ്പെടുത്തുന്ന പ്രചാരണം. ആ പ്രചാരണം നടത്തിയതിന് ഒരു പുരുഷൻ്റെ പേരിൽ കേസെടുത്തു. ബുക്ക്ഡ് എന്നാൽ കേസെടുത്തു എന്നുള്ള അർത്ഥമാണ്. നാലാമത്തെ വാക്ക് അലോക്കേറ്റ്. ഇതിനർത്ഥം മാറ്റിവയ്ക്കുക, വിനിയോഗിക്കുക ഇതൊക്കെയാണ് അർത്ഥം. സ്ഥാനം നൽകുക. PW ക്വാർട്ടേഴ്സ്. PW ക്വാർട്ടേഴ്സുകൾ ടു ബി അലോക്കേറ്റഡ്. അത് വിനിയോഗിക്കപ്പെടും. ടു വിക്ടിംസ് ഓഫ് ലാൻഡ് സ്ലൈഡ്. വിക്ടിംസ് എന്നാൽ ഇരകൾ, ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലിന് വിധേയമായിട്ടുള്ള ഇരകൾക്ക്, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഇരകൾക്ക് വേണ്ടിയിട്ട് ഈ PW ക്വാർട്ടേഴ്സുകൾ നൽകപ്പെടും. അവർക്ക് വിനിയോഗിക്കാൻ നൽകും. മിനിസ്റ്റർ, മന്ത്രി പറയുകയാണ് PW ക്വാർട്ടേഴ്സുകൾ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുള്ള ഇരകൾക്ക് നൽകും, അവർക്ക് നീക്കി വയ്ക്കും. അഞ്ചാമത്തെ വാക്ക് ട്രോമ. ഇതിനർത്ഥം മാനസികാഘാതം, പരിക്ക് ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ മാനസികാഘാതം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സർവൈവേഴ്സ് അതിജീവിച്ചവർ, രക്ഷപ്പെട്ടവർ. ഓഫ് ലാൻഡ് സ്ലൈഡ്സ് ഉരുൾപൊട്ടലുകളിൽ നിന്നും രക്ഷപ്പെട്ടവർ. ഗ്രാപ്ലിംഗ് വിത്ത് മല്ലിടുന്നു. ഗ്രാപ്പിൾ എന്നാൽ മല്ലിടുക. ഗ്രാപ്ലിംഗ് വിത്ത് മല്ലിടുന്നു. ഫിസിക്കൽ ശാരീരികമായ. സൈക്കോളജിക്കൽ മാനസികമായ. ട്രോമ എന്നാൽ ആഘാതം, പരിക്ക്. ഉരുൾപൊട്ടലിൽ നിന്നും അതിജീവിച്ചവർ, അതിൽ നിന്നും രക്ഷപ്പെട്ടവർ. ശാരീരികമായതും മാനസികവുമായിട്ടുള്ള ആഘാതത്തെ അതുമായിട്ട് മല്ലിടുന്നു, അതിനെതിരെ മല്ലിടുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നാണ് അർത്ഥം. ട്രോമ പരിക്ക്, ആഘാതം, മാനസികാഘാതം. ആറാമത്തെ വാക്ക് ഡിസാസ്റ്റർ. ഇതിനർത്ഥം അപകടം, ദുരന്തം, നാശം ഇതൊക്കെയാണ് അർത്ഥം. അത്യാഹിതം. ഡിക്ലെയർ പ്രഖ്യാപിക്കുക.
വയനാട് ലാൻഡ്സ്ലൈഡ്സ് നാഷണൽ ഡിസാസ്റ്റർ. സെയ്സ് രാഹുൽ. സെയ്സ് എന്നാൽ പറയുന്നു, രാഹുൽ ഗാന്ധി പറയുകയാണ്. വയനാട് ഉരുൾപൊട്ടലുകളെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ എന്താണ് വാക്ക്? ഡിസാസ്റ്റർ. ദുരന്തം, കാലക്കേട്, അത്യാപത്ത്, അത്യാഹിതം. ഏഴാമത്തെ വാക്ക് എൻഫോഴ്സ്. എൻഫോഴ്സ് ഇതിനർത്ഥം നിർബന്ധിക്കുക, നടപ്പിലാക്കുക, അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ നടപ്പിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിലിറ്ററി റിഫ്യൂസ്ഡ്. മിലിറ്ററി നിരസിച്ചു. ടു എൻഫോഴ്സ് നടപ്പിലാക്കാൻ മിലിറ്ററി നിരസിച്ചു, അതിനോട് വിയോജിച്ചു. കർഫ്യൂ എന്നാൽ നിരോധനാജ്ഞ. ഇൻ ബംഗ്ലാദേശിൽ എന്താണ് ഇവിടെ കർഫ്യൂ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ, അത് നടപ്പിലാക്കാൻ, എൻഫോഴ്സ് നടപ്പിലാക്കാൻ അത് ഓർഡർ ഇട്ടത് എന്താണ് ഇവിടെ മിലിറ്ററി. ബംഗ്ലാദേശിലെ മിലിറ്ററി നിരസിച്ചു, അതിനോട് വിയോജിച്ചു. കർഫ്യൂ എന്നാൽ നിരോധനാജ്ഞ, എൻഫോഴ്സ് എന്നാൽ നടപ്പിലാക്കുക. എട്ടാമത്തെ വാക്ക് റയറ്റ്. റയറ്റ് എന്നാൽ ലഹള, കുഴപ്പം, കലാപം, ഇതൊക്കെയാണ് അർത്ഥം. റയറ്റ് സ്പ്രെഡ് ലഹളകൾ പടർന്നു. അക്രോസ് ടൗൺസ് ഇൻ ദ യുകെയിലെ പട്ടണങ്ങളിൽ ആകമാനം റയറ്റ്സുകൾ, വിപ്ലവങ്ങൾ, ലഹളകൾ പടർന്നു. എന്താണ് റയറ്റ്സ്? ലഹളകൾ. ഒമ്പതാമത്തെ വാക്ക് മൗണ്ട്. ഇതിനർത്ഥം മല, കൊടുമുടി. മറ്റൊരർത്ഥം ഒരു ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉയർത്തുക, മല കയറുക എന്നൊക്കെയുള്ള അർത്ഥം. ഇവിടെ അർത്ഥം മേലോട്ടുയരുക എന്നുള്ള അർത്ഥം, ഉയരുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൗണ്ട് ഉയരുക, മേലോട്ടുയരുക. ഹിമാചൽ ഫ്ലഡ് എന്നാൽ വെള്ളപ്പൊക്കം. ഹിമാചൽ പ്രദേശിൽ ഉണ്ടായ വെള്ളപ്പൊക്കം. അതിലെ ടോൾ എന്നാൽ ഇവിടെ മരണനിരക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അത്യാഹിത നിരക്ക്. ഇവിടെ മരണനിരക്കാണ്. ടോൾ മരണനിരക്ക്. മൗണ്ട്സ് ഉയരുന്നു. ടു 6 6ആയിട്ട് ഉയർന്നു, 6ലേക്ക് ഉയർന്നു. ഹിമാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കമുണ്ടായി, അവിടെയുള്ള അതുമൂലം ഉണ്ടായ മരണനിരക്ക് 6ആയിട്ട് ഉയർന്നു. അപ്പോൾ എന്താണ് മൗണ്ട്? ഉയരുക, മേലോട്ടുയരുക. പത്താമത്തെ വാക്ക് ഫെയ്ഡിങ് ഹോപ്പ്. ഇതിനർത്ഥം പ്രതീക്ഷ മങ്ങുക എന്നാണ് അർത്ഥം. പ്രതീക്ഷക്ക് മങ്ങലേൽക്കുക. സെർച്ച് തിരച്ചിലുകൾ കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നു. അമിഡ് അതിനിടയിലും. ഫെയ്ഡിങ് ഹോപ്പ് ഇൻ വയനാട് തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലും, എന്തിനിടയിലും? പ്രതീക്ഷ മങ്ങുന്നുണ്ട്, പ്രതീക്ഷയില്ല, വയനാട്ടിൽ പ്രതീക്ഷയില്ല. അതിനിടയിലും എന്താണ്? അവിടെ തിരച്ചിലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണ്? ഫെയ്ഡിങ് ഹോപ്പ് പ്രതീക്ഷ മങ്ങുക. ഇന്ന് പരിചയപ്പെട്ട വാക്കുകൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ വാക്ക് ഓത്ത് സത്യപ്രതിജ്ഞ. രണ്ടാമത്തെ വാക്ക് അപ്ലാൻഡ് കുന്നും പ്രദേശം, ഉയർന്ന പ്രദേശം. ഡിഫേമറ്ററി അപകീർത്തിപരമായ പരാമർശം, അപകീർത്തിപ്പെടുത്തൽ. അലോക്കേറ്റ് സ്ഥാനം മാറ്റുക, മാറ്റിപ്പാർപ്പിക്കുക. ട്രോമ അത്യാഹിതം, മാനസികാഘാതം. ഡിസാസ്റ്റർ തകർച്ച, നാശം, ദുരന്തം. എൻഫോഴ്സ് നടപ്പിലാക്കുക. റോയറ്റ് കലാപം. മൗണ്ട് മേലോട്ടുയരുക. ഫേഡിങ് ഹോപ്പ് പ്രതീക്ഷ മങ്ങുക, പ്രതീക്ഷക്ക് മങ്ങലേൽക്കുക. ഈ 10 വാക്കുകളാണ് ഇന്ന് പഠിച്ചത്.